ഇപ്പോൾ തിരുവോണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ ബ്യൂറോയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം സുലേഖയിലോട്ടാണ്. സുലേഖ, നാളെ തിരുവോണമാണ്. എന്തൊക്കെയാണ് തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നത്? എന്തായാലും തിരുവോണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മലയാളികൾ എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചാല മാർക്കറ്റിലാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ ഒരു മാർക്കറ്റാണ് തിരുവോരമാണ് ഇത്തരത്തിൽ ചാല എന്നുള്ളത് തന്നെയാണ്. ഈ ചാലയിലെത്തിയാൽ എല്ലാ സാധനങ്ങളും ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചാല മാർക്കറ്റ് ഇത്രത്തോളം തിരക്കേറുന്നത്. ഇത് എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇത്തരത്തിൽ ചാല മാർക്കറ്റ് ഇങ്ങനെ തിരക്കേറുന്നൊരു നഗരപ്രദേശമായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇന്നെന്തായാലും ഉത്രാടപ്പാച്ചിലിൽ തന്നെയാണ് ഈ മലയാളികൾ എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ നമ്മളിപ്പോൾ ഉള്ളൊരു പൂക്കടയിലാണ്, ചാല മാർക്കറ്റിലെ പൂക്കടയിലാണ്. ചേട്ടാ, എന്തൊക്കെ പൂക്കളാണ് ഇവിടെ? ക്യാൻഡി, വാടാമുല്ല, മഞ്ഞക്യാൻഡി. ആൾക്കാരെങ്ങനെയാ പൂക്കൾ വാങ്ങാൻ വരുന്നുണ്ട്? ഇത് നേരത്തെ തുടങ്ങിയ ഒരു കച്ചവടമല്ലേ? ഓണത്തിന് എങ്ങനെയാണ്? 15 ദിവസമായിട്ട് ഓണത്തിന് കുഴപ്പമില്ല, നല്ല കച്ചവടമാണ്. ആൾക്കാർ ഇന്നിപ്പോ ഉത്രാടപ്പാച്ചിലാണ്, ആൾക്കാർ വരുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ ആളുകൾ വരാൻ. വില കുറച്ച് കൂടുതലായതുകൊണ്ട് ആളുകൾ വരാൻ. പൂക്കൾക്ക് വില കൂടുതലാണ്, അതുകൊണ്ട് ആളുകൾ വരത്ത് കുറവ്. എവിടുന്നാണ് നിങ്ങൾ പൂക്കളൊക്കെ വാങ്ങുന്നത്? ഇത് തോളയെന്ന് പറഞ്ഞത്. നല്ല കച്ചവടം ഉണ്ടോ ഓണത്തിന്? ഹാപ്പി ഓണം. എന്തായാലും അങ്ങനെ ഈ പൂവാണ് ഈ ഓണത്തിന്റെ മെയിൻ എന്നുള്ളത് തന്നെയാണ്. പൂ അത്തമില്ലാതെ എന്തോണം എന്ന് ചോദിക്കുന്നത് പോലെ ഇത്തരത്തിൽ ഈ പൂക്കൾ വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് അത് ഏറി വരുന്നൊരു സമയം കൂടിയാണ് ഈ വൈകിട്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നാളെ രാവിലെ എല്ലാവരും എണീറ്റ് കുടുംബം ഒന്നാകെ കൂടുന്ന സമയം ആകുമ്പോഴേക്കും ആ സമയത്തേക്കുള്ള പൂക്കളാണ് ഇന്ന് വാങ്ങുന്നത്. അതൊരു വൈകിട്ട് ഒരു 6 മണിയോടുകൂടി ഇതിൻ്റെ ഒരു പീക്ക് ടൈം ആകും എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് അത്രത്തോളം വർണ്ണശബളമായ ഒരു കാഴ്ച തന്നെയാണ് ഈ പൂക്കടയിൽ നിന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത് ഒരു പൂക്കട മാത്രമാണ്, ഈ ചാലയിൽ ഒരൊറ്റ പൂക്കടയാണിത്. ഇതേപോലെ തിരക്ക് എല്ലാ പൂക്കടകളിലും, ചാലയിലെ എല്ലാ പൂക്കടകളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ സദ്യ വിളമ്പുന്നതിന് വേണ്ടിയുള്ള ഇലകളൊക്കെ തന്നെ ഈ ചാല മാർക്കറ്റിൽ ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും സദ്യക്ക് വേണ്ട സാധനങ്ങളായാലും പൂക്കളിടുന്ന സാധനങ്ങളായാലും അതിനപ്പുറത്ത് വസ്ത്രങ്ങളായാലും ഈ വസ്ത്രങ്ങൾക്കൊപ്പം ഈ പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ തന്നെയും ഒരുങ്ങാനുള്ള വസ്തുക്കളായാലും ഒക്കെ തന്നെയും ഈ ചാല മാർക്കറ്റിൽ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുമെന്ന് പറയുന്നത് പോലെ ചാല മാർക്കറ്റിൽ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ലഭ്യമാകും. അതുകൊണ്ട് തന്നെയാണ് ഈ ചാല മാർക്കറ്റിൽ ഇത്തരത്തിൽ വലിയ തിരക്ക് ഈ ഉത്രാട ദിനത്തിലും ഈ ഓണം തുടങ്ങിയ സമയത്ത്, അതായത് അത്തം മുതൽ ഇതുവരെയും ഈ ചാല മാർക്കറ്റ് ഇത്തരത്തിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇവരോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഓണം? എങ്ങനെയാണ്? ഇല ഇവിടെ അടുത്ത് തന്നെ ലോക്കലായിട്ടുള്ളത്, നാടൻ വാഴയുടെ ഇലയാണ്. എങ്ങനെയാണ് വില? എങ്ങനെയാണ്? 10 രൂപ ഒരു വില, ഒരു ഇലയ്ക്ക് 10 രൂപ. ഓണം അടിപൊളിയാണ്. അതെ, ഹാപ്പി ഓണം. എന്തായാലും അങ്ങനെ അഷിത, അങ്ങനെ ഈ മലയാളികളൊക്കെ തന്നെയും ഈ ഓണം ആഘോഷിക്കുന്നതിനുള്ള അവസാന വട്ട ഒരുക്കത്തിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇലയടക്കം വാങ്ങുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മലയാളികളുടെ പ്രധാന ഒരു ആഘോഷമാണ്, വിശേഷ ദിവസമാണ് ഈ ഓണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഓണത്തിന് വേണ്ടിയുള്ള അവസാന വട്ട ഒരുക്കത്തിലാണ് ഈ മലയാളികളൊക്കെ തന്നെയും ഉള്ളത്. എന്തായാലും ഈ ചാല മാർക്കറ്റിൽ നിലവിലിപ്പോൾ 4 മണിയായി. ഇനി ഒരു 6 മണിയാകുമ്പോഴേക്കും നമുക്ക് നടന്നെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ തിരക്ക് മാറും എന്നുള്ളത് തന്നെയാണ്. കാരണം വൈകിട്ടാണ് ഇത്തരത്തിൽ ഈ പൂക്കൾ വാങ്ങുന്നതിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഇത്തരത്തിൽ ഈ ആളുകളൊക്കെ തന്നെയും എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഓണം? എങ്ങനെയാണ് ഓണം? അടിപൊളിയാണ്. സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്? അതെ, സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ തന്നെയാണ്. അതെ, പൂവൊക്കെ മേടിച്ചു, അത്തൊക്കെ ഇടാൻ പൂവൊക്കെ വാങ്ങി. അതെ. ശരി. അങ്ങനെ ഈ ആളുകളൊക്കെ തന്നെയും ഈ ഓണം ആഘോഷിക്കുന്നതിൻ്റെ അവസാന പീക്ക് ടൈമിലേക്ക് എത്തുന്നു. ഇതല്ല പീക്ക് ടൈം എന്നത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ ചാല മാർക്കറ്റിൽ കഴിഞ്ഞ വർഷം എത്തുമ്പോൾ ഈ ഒരു ജനനിബിഡമായിരുന്നു ഈ ചാല മാർക്കറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒരു ഇഞ്ച് പോലും അനങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക്, നമുക്ക് പോലും ഒരു ഇഞ്ച് അനങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക് ഈ ചാല മാർക്കറ്റിലെ തിരക്ക് വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ പൂക്കച്ചവടം, അതിനൊപ്പം തന്നെ ഈ ഓണപ്പട്ട്, അത് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ഓണത്തിന് മഞ്ഞപ്പട്ട് അത് നിർബന്ധമാണ് തിരുവനന്തപുരത്തുള്ള ജനങ്ങൾക്ക് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഈ ഓണപ്പട്ട് വാങ്ങുന്നതിനുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ ഓണപ്പട്ട് വാങ്ങും. ഈ മഞ്ഞപ്പട്ടാണ്, ഇതാണ് ഓണപ്പട്ട് എന്ന് പറയുന്നത്. ഇത് ഓണത്തപ്പനടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. ചേച്ചി, ഓണപ്പട്ടിന് എങ്ങനെയാണ്? ഓണപ്പട്ടിനോ 40. എന്താ ഈ ഓണപ്പട്ട് എന്ന് വെച്ചാൽ എന്താ? ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടി ഓണപ്പട്ടല്ലേ ആവശ്യം. അല്ലല്ല, ഇത് വെളിയിൽ നിന്ന് മേടിക്കുന്നത്. ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്.
ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് സിമെൻറ്റ്. ഈ ഓണപ്പട്ട് വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. ഇനിയാ ഈ വേനൽ സമയമല്ലേ, ഇപ്പോൾ ചൂടല്ലേ. 5 മണിക്ക് ശേഷമാണ്. 5 മണിക്ക് ശേഷം ഇങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, നല്ല തിരക്കാണ്. എന്തായാലും വശിത ഈ കേട്ടതുപോലെ തന്നെയാണ് 5 മണിക്ക് ശേഷം എന്തായാലും ചാല മാർക്കറ്റിലേക്ക് എത്തുക എന്നുള്ളത് അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു കുറച്ച് ന്യൂജൻ കുട്ടികളൊക്കെ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഓണം? എങ്ങനെയാണ്? സെറ്റാണ്, കില്ലോണാണ്, സെറ്റാണ്. പൂവൊക്കെ എടുത്ത് സെറ്റാണ് നമ്മൾ. പിന്നെ ഡ്രസ്സ് വാങ്ങിച്ച്, പിന്നെ ഡ്രസ്സ് വാങ്ങിച്ച് പടക്കം ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം വരുന്ന ആളെ സെറ്റാണ്. നമ്മളെ പട്ടുകുളം കാട്ടാക്കട നമ്മളെ കാട്ടാക്കട. ഓക്കെ, എന്തായാലും അങ്ങനെ തലമുറകൾ വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഓണം ആഘോഷിക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാവരും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ചാല മാർക്കറ്റിൽ തിരക്കേറുന്നുണ്ട്. അതൊരു 5 മണി കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾക്കാർക്കൊന്നും നടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്ക് ഈ ചാല മാർക്കറ്റിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് അഷ്ത. സുലേഖ, പലരുടെയും പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലരും ഉത്രാടപ്പാച്ചിലിൻ്റെ വൻ തിരക്കിലാണ്. ഇപ്പോൾ മാർക്കറ്റുകൾ പൂക്കളാലും വാഴയിലയാലും ഒക്കെ വിപണി കീഴടക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ ഇത്തരത്തിൽ വിപണിയുടെ ഒരു തിരക്കാണെങ്കിൽ രാത്രിയാകുമ്പോൾ തലസ്ഥാനം ഒരു കളർഫുൾ മൂഡിലേക്ക് നിറയെ ലൈറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഒരു മൂഡിലേക്ക് മാറുകയാണല്ലേ സുലേഖ? തീർച്ചയായിട്ടും അഷിത, അത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്നലെ തുടക്കമായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത്തരത്തിൽ ഓണം വാരാഘോഷത്തിന്റെ തിരി തെളിയിച്ചത്. എന്തായാലും ആ ഓണം വാരാഘോഷത്തിന് മുന്നോടിയായി തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ദീപാലങ്കാരങ്ങളൊക്കെ തന്നെയും തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കവടിയാർ മുതൽ ഇത്തരത്തിൽ കിഴക്കേക്കോട്ട വരെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ കരമന വരെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ദീപാലങ്കാരങ്ങൾ കൊണ്ട് നഗരം അലങ്കരിച്ചിട്ടുള്ളത്. വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ, ദീപങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ച, അത് ഒരു ഉത്സവ സമാനമായ കാഴ്ച തന്നെയാണ്. അങ്ങനെ എന്തുകൊണ്ടും ഇത്തരത്തിൽ ഈ ലൈറ്റ് കാണാൻ വരുന്നവരുടെ തിരക്ക് തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട വലിയ കലാപരിപാടികളടക്കം തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നുണ്ട്. നാളെയും ഇത്തരത്തിൽ ഈ ഓണത്തിൻ്റെ ആ ദിവസം കൂടി ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ചിന്മയ ശ്രീപദ് അടക്കമുള്ള കലാകാരന്മാർ ഈ ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാന സർക്കാർ എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി സമൃദ്ധമായി തന്നെ ഓണം ആഘോഷിക്കണമെന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെ നിരവധിയായ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഓണം വാരാഘോഷത്തിനും സംസ്ഥാനത്ത് തുടക്കമായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ ഓണം വാരാഘോഷം നടക്കുന്നത്. എല്ലാ ജില്ലകളിലും അതിൻ്റെ DTPCയുടെ ഭാഗമായി ഇത്തരത്തിൽ ഓണം വാരാഘോഷം നടക്കുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് പറയുന്ന ഘട്ടത്തിൽ എന്ത് ഉത്സവം ഉണ്ടായാലും അതിൽ ആദ്യം ഉണ്ടാവുക ലൈറ്റുകളാണ്, ദീപങ്ങളാണ്. ആ ദീപങ്ങൾ കൊണ്ട് നഗരം അലങ്കരിച്ചാൽ അതിനെ ഉത്സവം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ദീപങ്ങൾ കൊണ്ട് തിരുവനന്തപുരം നഗരം അലങ്കരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ആളുകളൊക്കെ തന്നെയും ഉത്സവ മൂഡിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെയാണ് വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നടന്നതെങ്കിലും കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലേക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ ഈ ദീപങ്ങൾ കൊണ്ട് നഗരം അലങ്കരിക്കാൻ തുടങ്ങിയിരുന്നു. അതിനൊപ്പം തന്നെ ഈ കനകക്കുന്നിലാണ് ഇതിൻ്റെ ഈ ഓണം വാരാഘോഷത്തിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ തന്നെയും നടക്കുന്നത്. ഒപ്പം 33 മറ്റിടങ്ങളിലും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഈ കനകക്കുന്നിലെത്തുന്നവർക്ക് വിവിധങ്ങളായ പസിൽ ഗെയിമുകളും ഒപ്പം മറ്റ് ഗെയിമുകളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. അവിടെ എത്തുന്നവർക്കൊരു എൻജോയ്മെന്റ് തന്നെ സംസ്ഥാന സർക്കാരിനും ഒപ്പം ടൂറിസം വകുപ്പും ഒക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, എന്തൊക്കെ പൂക്കൾ മലയാളം അറിയില്ല? ഓക്കെ, മലയാളം അറിയാത്ത ആളാ, എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടാ, ഓണം എങ്ങനെയാണ്? ഓണമെല്ലാം അടിപൊളി. പിന്നെ സൂപ്പറായിട്ട് ആഘോഷിക്കും. സദ്യയൊക്കെ ഒരുക്കുന്നുണ്ടോ? ഉണ്ട്, വീട്ടിൽ എല്ലാവരുമായിട്ട് കുടുംബം മൊത്തമായിട്ടുണ്ട്. എങ്ങനെയാണ് പൂവിന്റെ വിലയൊക്കെ? പൂവിൻ്റെ വിലയൊക്കെ ഭയങ്കര വില. മറ്റു സാധനങ്ങൾക്ക് പച്ചക്കറിയൊക്കെ കുഴപ്പമില്ല, പൂവിനൊക്കെ ഭയങ്കര വില. ഹാപ്പി ഓണം. എങ്ങനെ എല്ലാവരും ഉത്സവ മൂഡിലാണ്. ചേട്ടാ, എന്തൊക്കെ എല്ലാ തരത്തിലെ പൂക്കളുണ്ട്. പ്രതികരണം? കുഴപ്പമില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് അവരവരുടെ സാമ്പത്തികം പോലെ വാങ്ങുന്നുണ്ട്. എങ്ങനെയാണ് പൂവിന്റെ വില എങ്ങനെയാണ് പൊതുവിൽ? പൊതുവെ നല്ല സ്വാഭാവികമായിട്ട് കൂടുതലായിരിക്കും. നാളെ തിരുവോണമല്ലേ,
തോളയുണ്ട്, മധുരയുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഉസൂറുണ്ട്. ഓ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്ക് കൂടും. രാത്രിയാണ് നല്ല കൂടുതൽ, അപ്പോഴല്ലേ എല്ലാവരും ഫ്രീ ആവുള്ളൂ. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അങ്ങനെ ഈ തിരക്ക് വർദ്ധിക്കുന്ന ഘട്ടം അത് ഇനി കഴിഞ്ഞാണ് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എന്തുകൊണ്ടും ഈ ഓണം അത് മലയാളികളൊക്കെ തന്നെയും ആഘോഷിക്കുകയാണ്. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഉത്സവത്തിനെ ആഘോഷിക്കുന്ന തിരക്കിൽ തന്നെയാണ് മലയാളികളൊക്കെ തന്നെയും ഉള്ളത് എന്ന് പറയാം. നമ്മളിപ്പോൾ നടന്നത് മറ്റൊരു ഇടത്തു നിന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ചാലയുടെ മറ്റൊരു ഭാഗത്തേക്കാണ്. എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വാങ്ങാനെത്തുന്നവരായാലും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചാല മാർക്കറ്റ് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഓണം അത് സമൃദ്ധമായി തന്നെ ആഘോഷിക്കണം എന്നത് തന്നെയാണ് മലയാളികളുടെ ആവശ്യവും ആഗ്രഹവും ഒക്കെ തന്നെ. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഈ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് ഓണം ഫെയറുകളിൽ സബ്സിഡി സാധനങ്ങളുണ്ട്. 13 ആവശ്യ സബ്സിഡി സാധനങ്ങളുണ്ട്. അതിനു പുറമെ ഇന്ന് സപ്ലൈകോയിൽ ഇത്തരത്തിൽ സബ്സിഡി ഇതര സാധനങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട സബ്സിഡി ഇതര സാധനങ്ങൾക്ക് 10% വിലക്കുറവിലാണ് ഈ ഉത്രാട ദിനത്തിൽ നൽകുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ ഓണം ഫെയർ ആയാലും സപ്ലൈകോയുടെ ഓണം ഫെയർ ആയാലും ഇന്നാണ് അവസാന ദിവസം. അവിടങ്ങളിലും വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് ഈ ഉത്രാട പാച്ചിലിനോടനുബന്ധിച്ച്, ഓണത്തിനോടനുബന്ധിച്ച് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. എന്തായാലും എല്ലാ മലയാളികളും ഇത്തരത്തിൽ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിൽ തന്നെയാണ്. ശരി സുലേഖ, എല്ലാ ആളുകളായാലും ഓണത്തിന്റെ ഒരു സന്തോഷത്തിലാണ്. അതുപോലെ കച്ചവടക്കാരായാൽ വിപണി സജീവമായതിന്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. സുലേഖയാണ് തലസ്ഥാനത്തെ ഓണവിശേഷങ്ങളുമായി ചേർന്നത്.